താര സമ്മതിച്ചില്ലല്ലേ? സബ് രജിസ്ട്രാറിനെ അവരെ വിളിച്ചു വരുത്തി നാണം കിട്ടതിന്റെ ഒരു സങ്കടമുണ്ട് റോണിയുടെ മുഖത്ത്. ബലം പിടിച്ച് താരെ പറഞ്ഞ് അനുസരിപ്പിക്കാമെന്ന് റോണിക്ക് വിശ്വാസമുണ്ടോ? കൊന്നിട്ടാണെങ്കിലും അവളെ കൊണ്ട് വിവാഹ ഉടമ്പടിയിൽ ഞാൻ ഒപ്പിടിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? താരക്കൊപ്പം പിന്നീട് സുഖമായിട്ട് ജീവിക്കൂ? തനിക്കെന്താ ഒരു സംശയം പോലെ? എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ തന്നെ മറന്നു പോകുന്നൊരു പേടിയുണ്ടോ? താര എന്റെ ഭാര്യയായിരുന്നു എന്നൊരു രേഖ മാത്രം മതി എനിക്ക്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ താരയുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ എനിക്ക് അവകാശമായി കിട്ടുമെന്നൊരു ഉറപ്പ്. അത് കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി റോണി ജീവിക്കും. ഒപ്പം താനും ഉണ്ടാവും എന്റെ ഭാര്യയായിട്ട്. ഇനി എന്താ റോണിയുടെ പ്ലാൻ? താരെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇന്നൊരു രാത്രി അവളെ കൊണ്ടെല്ലാം സമ്മതിപ്പിക്കാൻ എനിക്ക് അത്രയും സമയം ധാരാളം മതി. നേരം പുലരുമ്പോ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. അമ്മയ്ക്ക് ചികിത്സക്കുള്ള ഗുളിക കഴിക്കണ്ടേ? ദാ. അമ്മേ, അമ്മേ, ഇതെന്ത് പറ്റി? അമ്മേ, 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 സർ, അമ്മേ. എന്താ അമ്മ ബോധമില്ലാതെ കിടക്കുന്നു. പറയുന്ന നുരയും പറയാൻ വരുന്നു. എന്ത് പറ്റിയതാ? അറിയില്ല സർ. സൂസന, ലീന, നീ വേഗം ചെന്നൊരു ആംബുലൻസ് ചെല്ല്. ആ, എന്താ ഡോക്ടർ, സൂസനയ്ക്ക് എന്താ പറ്റി? സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ഓവർ ഡോസ് കഴിച്ചു. ഭാഗ്യത്തിനാ ഇപ്പൊ ജീവൻ തിരിച്ചു കിട്ടിയത്. സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സോ? അതെങ്ങനെ സംഭവിച്ചു? അതാ ഞാനും ആലോചിക്കുന്നത്. ഈ അവസ്ഥയിൽ എന്തായാലും തനിയെടുത്ത് കഴിക്കില്ലല്ലോ. അതിപ്പോ അവക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ലീനയാ ഹോം നേഴ്സ്. ഇന്ന് നീ സൂസനയ്ക്ക് എന്തെങ്കിലും ടാബ്ലറ്റ്സ് കൊടുത്തോ? രാവിലെ കൊടുത്തിരുന്നു. സ്ഥിരം കൊടുക്കുന്നല്ലേ? അത് പറ. അവൾക്കുള്ള മരുന്ന് മാറി നീ കൊടുത്തത് ഉറക്ക ഗുളികയാ, അത് ഓവർഡോസ്. ഇല്ല സർ, സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കൊടുത്തിട്ടില്ല. സാധാരണ കഴിക്കുന്ന ഗുളികയെ കൊടുത്തുള്ളൂ. അബദ്ധം കാണിച്ചിട്ട് കൂടുതലൊന്നും വിസ്തരിക്കണ്ട. ലോകത്തില്ലാത്ത ശമ്പളം തന്ന് നിന്നെയൊക്കെ നിർത്തിയിരിക്കുന്നത് ഏൽപ്പിച്ച ജോലി പിഴവ് കൂടാതെ ചെയ്യാനാ. അതോ നീ ഇനി മനഃപൂർവ്വം ചെയ്തതാണോ സൂസനെ കൊല്ലാൻ? എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു പിഴവ് പറ്റിയിട്ടില്ല, ഉറപ്പാ. മതി, സൂസനയ്ക്ക് ആപത്തൊന്നും സംഭവിക്കാതിരുന്നത് നിന്റെ ഭാഗ്യം. ഇനി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.